നമുക്ക് ഇന്ന് ഒരുപാട് ലോഡുകൾ പോകാനുണ്ട്. ഇന്ന് ഫസ്റ്റ് തന്നെ പോകുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരേക്കാണ്. നമുക്ക് ഇത്രയും ട്രസ്റ്റാണ് ഗ്ലോബൽ ഓഡിയൻസിന് കിട്ടുന്നത്. കൊൽക്കത്തയിൽ നിന്നൊരു കസ്റ്റമർ വന്ന് ഒരു വീട്ടിലേക്കുള്ള മൊത്തം സാധനം എടുത്ത് അവർ ബാംഗ്ലൂരേക്ക് ഫ്ലൈറ്റിൽ വന്ന് പിന്നെ കണ്ണൂരേക്ക് ഫ്ലൈറ്റിന് വന്ന് അവിടുന്ന് ടാക്സിയിൽ ഫുൾ ഫാമിലി വന്ന് ഏകദേശം 4 ലക്ഷം റുപ്യ സാധനം എടുത്ത് ഇന്ന് നമുക്ക് പോകാനുള്ളത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരേക്കാണ്. ഈ കാണുന്ന ഹെവി പ്രീമിയത്തിൽ വരുന്ന ഒരു സോഫ, ഇവിടെ മൊത്തം ഡയമണ്ട് സ്റ്റിച്ച്, ബാക്കിൽ വുഡൻ ഫ്രെയിമൊക്കെ വരുന്ന കാർവിംഗ് വർക്കൊക്കെ വരുന്ന അടുത്തേക്കോ നല്ലൊരു അടിപൊളി സോഫയാണ് ഇപ്പോൾ ഇതിൽ പോകാനുള്ളത്. അതേസമയം ഇന്ന് പുതിയൊരു ഡൈനിങ് ടേബിൾ ഇറങ്ങിയിട്ടുണ്ട്, തേക്കിൽ വരുന്ന നല്ല അടിപൊളി ഒരു ഡൈനിങ് ഫ്രെയിം. പിന്നെ അതുപോലെ മിസ്സിസ് മലബാർ, ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇൻഫ്ലുവൻസറായ മിസ്സിസ് മലബാറിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു 311 വരുന്നൊരു തേക്കിൻ്റെ സോഫയാണിത്. ഈ തഞ്ചാവൂരേക്ക് തന്നെ പോകാനുള്ള ഒരു ഡൈനിങ് സെറ്റും കൂടെ ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന 8x4 ഒരു ഡൈനിങ് സെറ്റാണ് നമുക്കിപ്പോൾ തഞ്ചാവൂരേക്ക് പോകാനുള്ളത്. ഈ ഒരു ഹെവി സെറ്റ്, ഈ ഒരു 8x4 ടേബിൾ ഫ്രെയിം, ടേബിൾ ടോപ്പ്, പിന്നെ ഈ കാണുന്ന ഒരു 8 ചെയറാണ് നമുക്കിപ്പം ഡെലിവറി പോകാനുള്ളത്. അത് ഈ വണ്ടിയിൽ. അതിൻ്റെ കൂടെ തന്നെ 4 ഡോറിൽ വരുന്നൊരു ബെഡ്റൂം സെറ്റുണ്ട്, അതും ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഒന്ന് പോസ് ചെയ്തോ. ഈ കാണുന്ന ഒരു ലക്സം എന്നറിയപ്പെടുന്ന ഒരു നല്ലൊരു 4 ഡോർ വലിയ ബെഡ്റൂം സെറ്റാണ് നമുക്ക് അതിൽ പോകാനുള്ളത്. അതിൻ്റെ ഫുൾ കവറൊക്കെ അയച്ചിട്ടുള്ള ഇത് ഓവർലേ ഇടണം മുനീസ, അത് സെറ്റ് ചെയ്യണം. പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം വരുന്നത്. പിന്നെ ആ സോഫ ഒന്നും കൂടെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ ബാക്കും ഫുള്ള് അടിപൊളിയായിട്ട്. പിന്നെ നമ്മളെ മാനേജർ സർ ഫറാസ് ഉണ്ട് ഇവിടെ, യൂട്യൂബ് വീഡിയോ ആണ്. എന്താണ് പറയാനുള്ളത്? തഞ്ചാവൂരിൽ നിന്നും കൊൽക്കത്തയിലും കസ്റ്റമർ നമ്മൾ ഗ്ലോബലി വളരാൻ പോവുകയാണ്, ഇന്റർനാഷണൽ ലെവലാണ് കളി മാറുന്നത്. തഞ്ചാവൂരിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്നല്ല വന്നിട്ടുള്ളത്, ആസാമിലേക്ക് ഉണ്ട് അടുത്ത മാസം. ആസാം ഒരു സ്കാമായിരുന്നു. നമുക്ക് ആസാമിൽ നിന്ന് ഒരു കസ്റ്റമർ 55,000 രൂപ അയച്ചെന്ന്. ആ ഒരു ഓർഡർ എങ്ങനെ വില്ലെന്ന് വെച്ചാൽ അവർ സാധനം കണ്ടാട് ഓക്കെ ആയി പൈസ അയച്ചെന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് സ്ക്രീൻഷോട്ട് അയച്ചെന്ന് ഏന്ന് ക്രിയേറ്റ് ചെയ്ത്. അത് പിന്നീട് നമുക്ക് മനസ്സിലായത് ഫേക്കാണ്. നമ്മൾ അക്കൗണ്ടൻറ്റ് എമൗണ്ട് കയറിയില്ല എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലായി. എന്നിട്ട് ആ കസ്റ്റമർ പറയാം നമ്മൾ കേസ് കൊടുക്കും മറ്റേ ഇതാക്കുന്നൊക്കെ. നമ്മൾ പറഞ്ഞാൽ എന്നാൽ കേസ് കൊടുത്തോന്ന്, പേയ്മെൻറ്റ് കിട്ടാണ്ട് ഒരു സാധനം അങ്ങനെ ഇവിടുന്ന് പോകില്ല. അപ്പോൾ ആ ഒരു ഇതിനെ പറ്റി അത് ഇനിയും വന്നാൽ നമ്മളങ്ങനെ ഡീൽ ചെയ്യും. ഇനി അങ്ങനത്തെ സ്കാം വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൂക്ഷിക്കും, ശക്തമായി എതിരിടും. ഇനി ഓരോ പേയ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഇനി ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കസ്റ്റമർ ഒരു സാധനം പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളപ്പോൾ മനസ്സിലാക്കും അതിലെന്തോ ഒരു തട്ടിപ്പുണ്ട്. ഒരു കസ്റ്റമർ ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് എടുക്കില്ല. ഒരു ഓൺലൈനൊക്കെ 2-3 ദിവസമെങ്കിലും അവർ ചാറ്റ് ചെയ്ത് കോളൊക്കെ ചെയ്തതിന് ശേഷം എടുക്കുകയുള്ളൂ. നമുക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു. ഇത് നമുക്ക് ഇതിൽ നമ്മളെ മിസ്സിസ് മലബാറിൻ്റെ വിട്ടൂടെ അതെല്ലാം സെറ്റാക്കാം. ബൂക്ക്ലേയിൽ വരുന്ന ഒരു ഇതാണ്. ഇത് ഫുൾ പാക്ക് ചെയ്യണേ, ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടിയിൽ കയറ്റുന്നതായിരിക്കും. എടുക്കുന്നുണ്ടോ? ഇത് ഈ ഒരു സോഫ നമ്മൾ അതെടുത്ത് ഇനി പാക്ക് ചെയ്തോ മൊത്തം. ഇനി നമ്മൾ പാക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് കാണിക്കാൻ പോകുന്നത്. ഫുള്ള് കാർഡ്ബോർഡും പ്ലാസ്റ്റിക് റാപ്പൊക്കെ വെച്ച് ഹൈ ഫിനിഷിങ്ങിലാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. ലോഡാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തഞ്ചാവൂരേക്ക്. ഇപ്പോൾ തഞ്ചാവൂരും കൊൽക്കത്തയിലും വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ലോഡ് പോകാൻ ഹാപ്പിയാണോ? നമ്മൾ ലോഡ് കൂടുന്നതോറും ഹാപ്പിയാണ്. അതുപോലെ തന്നെ ലോങ് കിട്ടുന്ന വെച്ചാൽ നമ്മൾ അത്രയും നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് ആ സാധനം കൊണ്ടുപോകുക. അപ്പോൾ ഇത്രയും ലോങ് പോകുമ്പോൾ ക്ഷീണമെന്ന് തോന്നില്ല? ഇല്ല, ക്ഷീണങ്ങൾ നമ്മൾ അത്യാവശ്യം റെസ്റ്റ് എടുക്കും. എത്രത്തോളം ലോങ് കിട്ടും അത്രയും നല്ലത്. ഡൽഹിയും കാശ്മീരൊക്കെ കിട്ടില്ല, ഇന്ത്യ ഫുള്ളായിട്ട് നമ്മൾ എവിടെ വേണമെങ്കിലും. അതാണ് നമ്മളെ ടീമിൻ്റെ സ്പിരിറ്റ്. നമ്മളെ ടീം പറഞ്ഞ കേട്ടോ, നമ്മൾ എവിടെ നിന്ന് കിട്ടിയാലും ഇനി കാശ്മീരിൽ നിന്നും ഡൽഹിയിൽ നിന്നും കിട്ടിയാൽ വരെ ലോഡ് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. കൊൽക്കത്തയിലേക്ക് പോകാനുള്ള ലോഡും സാമാന്യമായിരിക്കും പോവുക. ഏകദേശം കൊൽക്കത്ത എത്ര കിലോമീറ്റർ ഉണ്ട്? 2500 കിലോമീറ്ററാണ് നമ്മളെ പാൽത്തര പോലെ ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോകാൻ പോകുന്നത്. അത് കൺസിസ്റ്റൻസീൻ്റെ ഒരു റിവാർഡാണത്. ഡെയിലി വീഡിയോസും ഇതുപോലുള്ള പ്രൊമോഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ കൊൽക്കത്തയല്ല UK വരെ ഓർഡർ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ഹുബ്ലിയിലേക്ക് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും കൂടി ആയത് ഒണിക്സിൽ വരുന്ന ഇമ്പോർട്ടഡ് ടേബിൾ, ചെയറില്ല ടേബിൾ മാത്രം. അതേപോലെ മറ്റൊരു പ്രീമിയത്തിൽ വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിളും ഇതിൻ്റെ 8 ചെയറും നമുക്ക് കൊല്ലത്തേക്ക് സോൾഡ് ഔട്ട് ആയിട്ടില്ലാണ്. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ വന്നിട്ടുള്ള ഓർഡേഴ്സാണ്. ഫുൾ തേക്കിൽ വരുന്ന ഒരു സെറ്റാണ്. ഹൈ പ്രീമിയത്തിൽ വരുന്ന ഫുൾ തേക്കിൽ തന്നെ ഡുവൽ കളർ പോളിഷ്, നടുക്കൊക്കെ തേക്കിൻ്റെ ഗ്രെയിൻസ് കാണാം. അതിൻ്റെ സൈഡും എഡ്ജസൊക്കെ മൊത്തം ബ്ലാക്കിലാണ് പോളിഷ്, ഹൈ ഗ്ലോസി ഫിനിഷിൽ ചെയ്തിട്ടുള്ളത്. ഒണിക്സിൻ്റെ ടോപ്പും ഐവറിയിൽ വരുന്ന 45 ഇനി വേറെ ഏതാ സോൾഡ് ഔട്ട് ആയിട്ടുള്ളത്? ഈ ഒരു സെറ്റും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇത് നീലേശ്വരത്തേക്ക് കബീർ സോൾഡ് ഔട്ട് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഓൾമോസ്റ്റ് അധികം എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുള്ളത്. ഇത് ഈ കാണുന്നത് ബിജു പാറക്കടവ് ബാസിത്ത് സോൾഡ് ഔട്ട് ആക്കിയതാണ്. പിന്നെ ഈ കാണുന്ന ഒരു ഡൈനിങ് സെറ്റ് മംഗലാപുരത്തേക്ക് പ്രണവ് സോൾഡ് ഔട്ട് ആക്കിയതാണ്. അതിൽ 6 ചെയർസ് മാത്രമാണ്, ടേബിളില്ല. പിന്നെ ഇവിടെ ലൈറ്റില്ല, ഇപ്പം നിലവിൽ കറണ്ട് പോയിട്ടുള്ളത്. നമ്മുടെ ടീം തഞ്ചാവൂരേക്കുള്ളത് ലോഡാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഈ രീതിയിൽ സൈഡിൽ മൊത്തം കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്യുക. ഇനി ഇത് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്യും. ഇതിൻ്റെ വുഡൻ ഭാഗം വരുന്നിടത്തൊക്കെ മാക്സിമം നമ്മൾ കാർഡ്ബോർഡ് ഇങ്ങനെ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡാമേജ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറയും. നമ്മൾ എത്ര ലോങ് അയച്ചു കഴിഞ്ഞാലും ഇതേപോലെ ഫുൾ പാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി ഫോം ഷീറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ സെറ്റാകും. അത് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോം ഷീറ്റൊക്കെ വെക്കും. ഇതാ ഈ സാധനം, ഈ ഫോം ഷീറ്റും കൂടെ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുക. നമ്മളെ വണ്ടി ഇതാ ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി ലോഡിങ് സ്റ്റാർട്ട് ചെയ്യണം. പാക്കിങ് ചെയ്തതിന് ശേഷം ലോഡിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ മൊത്തം വെള്ളമുണ്ട്. അപ്പോൾ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇനി ലോഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഡോറ് നല്ലോണം ചെറുതായി പോയല്ല. നമ്മളെ വീഡിയോഗ്രാഫർ മുനീസ് സാറിനൊരു പണി കിട്ടി. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കാം. 8-4 ടേബിൾ ഇത് നമ്മൾ കയറ്റുന്നുണ്ട്. ഫുൾ ടീം ഓണായിട്ട് സെക്യൂറായി പാക്ക് ചെയ്ത സാധനം ഇതാ കയറ്റാണ്. ഈ കാണുന്ന ഒരു ചെയറാണ് നമുക്ക് തഞ്ചാവൂരേക്ക് പോകാനുള്ള ഡൈനിങ്ങിൻ്റെ ചെയർ. 8-4 ടോപ്പും പിന്നെ ഈ കാണുന്ന ഒരു ഫ്രെയിമും ട്രീറ്റഡ് മഹാഗണി വുഡിലാണ് ഇത് മൊത്തം വരുന്നത്. നമ്മളെ വാളാർട്ടിൻ്റെ ഒരു കളക്ഷനാണ് ഇവിടെ ഉള്ളത്. നല്ല പ്രീമിയത്തിൽ വരുന്ന 2 മോഡൽ വാളാർട്ട്. നമ്മളിത് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നായിരുന്നു. ഇത് മുമ്പൊരു മൊസായിക്ക് ടൈൽസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. അത് പിന്നീട് ഉപ്പ കൂടി വാങ്ങിയതാണ് മുമ്പ്, ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ ആ ഒരു ബിൽഡിംഗ് ഇപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ ആദ്യം പിന്നെ ചെയ്തിരുന്നത് ടീപ്പോയിൻ്റെ ഒക്കെ ഹോൾസെയിലായിരുന്നു. ടീപ്പോയി പിന്നെ അതുപോലെ പില്ലോസ് മാനുഫാക്ചറിങ് പണ്ടോട്ടേ ഉള്ളതാണ് ഇവിടെ. പില്ലോസിൻ്റെ മാനുഫാക്ചറിങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. പില്ലോസിൻ്റെ മാനുഫാക്ചറിങ് ഇവിടെ പില്ലോ ഫോം പൊടിച്ചിട്ടുള്ള പിന്നെ പരിപാടികൾ ഇതാ. ഈ വലിയ സോഫൻ്റെ ഒക്കെ ബാക്കി വരുന്ന ഫോമുകൾ ഇതിലൂടെ ഇട്ട് പൊടിച്ചിട്ട് അതേപോലെ മിനുസുള്ള ഫോമാക്കി മാറ്റിയിട്ട് പില്ലോസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടുന്ന് നടക്കുന്നുള്ളത്. ഈ കാണുന്ന രീതിയിലുള്ള നമ്മളെ മാൻലിൻ്റെ തന്നെ ഇത് വെച്ചിട്ടുള്ള കോസ്ലി മാൻലി ഇനീഷ്യേറ്റീവ് എന്നിട്ടുള്ള പില്ലോസാണ് ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മളെ ബാക്കിയുള്ള ഗോഡൗണും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കുറച്ച് പില്ലോസ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ മാട്രസ് ഇതവിടെ മാൻലിൻ്റെ മാട്രസ് സ്പ്രിങ്ങിലും ലാറ്റക്സിലും പിന്നെ അതുപോലെ മെമ്മറി ഫോമിലൊക്കെ ഉള്ള പ്രീമിയം മാട്രസസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സ്റ്റോക്ക് അത്യാവശ്യം ഇവിടെ നിന്നൊക്കെ സ്റ്റോക്ക് നമ്മൾ ആലങ്കിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ടീപ്പോയ്സ് ഇതാ മുമ്പ് ഇവിടെ ആയിരുന്നു സാധനം ഐറ്റംസ് ഉണ്ടായത്. ഇപ്പോഴും കുറച്ചുണ്ട്. ആ ടീപ്പോയ്സിൻ്റെ സ്റ്റോക്കാണ് ഇവിടെ ഉള്ളത്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാണുന്ന ബിൽഡിങ് വെച്ചത്. ഉപ്പാപ്പ വെച്ചതാണ് മുമ്പ്. അവിടെ നിന്നാണ് നമ്മൾ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്തത്. ആദ്യം ഒരു പിന്നെ ബെഡ്റൂം സെറ്റ് ഇറക്കി അതിൻ്റെ വീഡിയോ എടുത്ത് സെല് ചെയ്ത് പിന്നെ കുറച്ച് ആം ചെയർ ഇറക്കി അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മാഷാ അല്ലാഹ് അതിപ്പം ഇതിൻ്റെ ഒരു 6 മാസം മുമ്പാണ് ഇതൊന്ന് ഇനോഗ്രേറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ആയിരുന്നു നമ്മൾ പ്രീമിയം ഡൈനിങ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ആലങ്കിയിൽ ഷോറൂമുണ്ട്. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം മൊത്തം ഡീറ്റെയിൽഡായിട്ട്. പിന്നെ ഇവിടെയാണ് കുറച്ച് ഐറ്റംസ് സ്റ്റോക്ക്, ബെഡ്റൂമിൻ്റെ ഒക്കെ സ്റ്റോക്ക് ഇവിടെയാണ് വെക്കുന്നുള്ളത്. പിന്നെ ഇതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ സ്റ്റേ ചെയ്യും. നെക്സ്റ്റ് വീക്ക് വരുന്ന അതെന്താ പാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ് നമ്മൾ തഞ്ചാവൂരേക്കുള്ള സോഫ. അതിൻ്റെ സിംഗിൾ സീറ്റർ അത് നമ്മൾ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടാണ് മൊത്തം ചുറ്റാൻ പോകുന്നത്. വണ്ടി വരട്ടെ. ഇനി നമ്മൾ ബെഡ്റൂമാണ് കയറ്റാൻ പോകുന്നത്. ബെഡ്റൂം കയറ്റി കഴിഞ്ഞിട്ടാണ് സോഫ കയറ്റാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. അതിന് വണ്ടി ഇതാ ബാക്കോട്ട് വെച്ചിട്ടുണ്ട്. റൗഫ്ക ഇല്ലേ ഇന്ന്? മറ്റവർ വന്നു.